നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMR സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതീവ കരുതലോടുകൂടി പഴുതടച്ചു നീങ്ങാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി വിധി അനുകൂലമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറക്കാനും വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ അരിച്ചു പെറുക്കാനും ED തീരുമാനിച്ചു. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ നൽകുന്നതിനൊപ്പം CMRലുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെ വരും ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. ലഭിച്ച പണം എന്തു ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാൻ അതിശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ED അന്വേഷണം ചോദ്യം ചെയ്തതുകൊണ്ടുള്ള CMRLന്റെ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസി നീക്കങ്ങൾ ത്വരിതപ്പെടുത്തുന്നത്. ഹൈക്കോടതി വിധി EDക്ക് കേസുമായി മുന്നോട്ടു പോകാൻ വലിയ നിയമസാധുതയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ വീണയുമായി CMRലുമായി ബന്ധപ്പെട്ട് ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ED വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായി വീണയോട് ED ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടികളൊന്നും ലഭിച്ചിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുൻനിർത്തി നടത്തിയ പരിശോധനകളിൽ ലഭിച്ച നിർണായക രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. പരിശോധനകൾക്ക് പിന്നാലെ ED ഡയറക്ടർ രാഹുൽ നവീന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം തൃപ്തികരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് വിലയിരുത്തിയ യോഗം ബാക്കി അന്വേഷണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഡയറക്ടർ നിർദ്ദേശം നൽകി. കേസുമായി ബന്ധപ്പെട്ട വിവിധ ബാങ്കുകളിലെ 242ഓളം അക്കൗണ്ടുകളിലായി ഏകദേശം 18 കോടിയോളം രൂപ ED ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു അക്കൗണ്ട് വീണയുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ഇതിനു പുറമെ വീണയുടെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കാനും ED തീരുമാനിച്ചിട്ടുണ്ട്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. CMRലുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. കേസിലാകെ 132 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടിൽ നിന്നാണ് വീണ ഉൾപ്പെടെയുള്ളവർക്ക് CMRL പണം നൽകിയിട്ടുള്ളത്. ഈ തുക ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അന്വേഷണം നീളും. CMRൽ നിന്ന് കൈപ്പറ്റിയ പണം വീണ എന്തിനാണ് ഉപയോഗിച്ചത്, എവിടെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നീ ഈ ചോദ്യങ്ങൾക്കാണ് EDക്ക് വ്യക്തത വരേണ്ടത്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ സമഗ്രമായ തുടരന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ED. അതുപോലെ തന്നെ ഈ EDയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പഴുതുമില്ലാതെ വീണയെ അടിമുടി പൂട്ടുക എന്ന് തന്നെയാണ്. വീണ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യമായ ED ഉദ്യോഗസ്ഥർ അത് കോടതിയിലേക്ക് വരുമ്പോൾ അത് തെളിയിക്കാനും ED ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി തെളിവുകൾ വീണയ്ക്കെതിരെ ശേഖരിച്ചതിന് ശേഷം മാത്രം വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാം എന്നുള്ളത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ വീണ മുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇത്രയും സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടും ഒരു പാർട്ടി തന്നെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും എക്സാലോജിക്കിന്റെ കമ്പനിക്കോ അല്ലെങ്കിൽ വീണ വിജയൻ എന്ന ഈ ഉടമസ്ഥയ്ക്കോ ഒരു പത്രക്കുറിപ്പിലൂടെയെങ്കിലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെ വരുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വീണ വിജയനൊന്നും ഈ നാട്ടിലെ ഒരു ജീവിയല്ലേ, അല്ലെങ്കിൽ ജീവനല്ലേ, അല്ലെങ്കിൽ നാട്ടിലെ ഒരു പൗരയല്ലേ എന്ന് പോലും തെറ്റിദ്ധാരണയുണ്ട്. വീണ വിജയൻ എന്ന നാഴിക 40 വട്ടം പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പല വിവാദങ്ങൾ ഉണ്ടാവുകയും പല പ്രതികരണങ്ങൾ വരികയും ചെയ്യുമ്പോഴും സ്വന്തമായി ഒരു തൻ്റെ ഇടത്തോടു കൂടി ഇതാണ് സത്യാവസ്ഥ എന്ന് പറയാൻ ഒരു ധൈര്യം പോലും കാണിക്കാത്ത വീണ വിജയൻ എന്തുടമസ്ഥയാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ആ ധാർമ്മികത നിങ്ങളോട് ഒരു പരിധിവരെയെങ്കിലും പാർട്ടിക്കാരോടെങ്കിലും നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. പാർട്ടിക്കാരോടെങ്കിലും ഉത്തരം പറയണം, അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയോടെങ്കിലും എക്സാലോജിക് എന്ന കമ്പനി ഉത്തരം പറയേണ്ടതുണ്ട്. കൂടിയത് അങ്ങേയറ്റം പിണറായി വിജയൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ഈ സാഹചര്യത്തിൽ എക്സാലോജിക്കിൽ മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഇറങ്ങിത്തിരിക്കുന്നത്. സമൻസ് നൽകി വീണ തൈക്കണ്ടിയെയും CMRL MD ശശീന്ദ്രൻ കർത്തയെയും വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവ് ശേഖരണം പൂർത്തിയാക്കും. ആദ്യം കേസ് അന്വേഷിച്ച കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIO നിന്നും മാസപ്പടി കേസിലെ തെളിവുകൾ ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ലെങ്കിൽ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം നീങ്ങാനാണ് EDയുടെ നിലവിലെ തീരുമാനം. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ED ശ്രമിക്കുന്നത് എന്നാണ് സൂചന. മാസപ്പടി കേസിലെ അന്വേഷണത്തിന് EDക്ക് ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ പച്ചക്കൊടി ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കൽ
ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് EDക്ക് ഇനി അതിവേഗം സമൻസ് നൽകി വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാം, തുടർ നടപടികളുമാകാം എന്നാണ് വ്യക്തം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ 2016 മുതൽ 2020-21 വരെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2,78,00,000 രൂപ വാങ്ങിയതിലെ അനധികൃത ഇടപാടാണ് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ED ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് ബാംഗ്ലൂർ പോയി ഒരു IT കമ്പനി തുടങ്ങി. അങ്ങനെ വാങ്ങിയ പണത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ED വരുന്നതിൽ CPM-ന് എന്താണ് പ്രത്യേക താല്പര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. CPM-ന് അതിലൊരു താല്പര്യം ഉണ്ടാകണോ? പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും സമാനമായ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസിൽ പെട്ടപ്പോൾ അന്ന് മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള അന്നത്തെ നേതാവ് പിണറായി വിജയൻ, ഇപ്പോഴും അദ്ദേഹം തന്നെ ഇവരുടെ നേതാവ്, അന്ന് പറഞ്ഞ എന്താ, അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാകുമല്ലോ, എന്തെങ്കിലും ഇല്ലാതെ വരില്ലല്ലോ, അതുകൊണ്ട് ആ വ്യക്തിയും കുടുംബവും തന്നെ നോക്കട്ടെ, പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകാത്തത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഉത്തരവാദിയായിട്ടുള്ള പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനി, ആ കമ്പനി അതേസമയം തന്നെ ഈ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് തന്നെ 14% ഷെയർ ഉണ്ടായിരുന്ന, KSIDCക്ക് 14% ഷെയർ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2,78,00,000 രൂപ മകളുടെയും മകളുടെ കമ്പനിയുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് EDയോടല്ല, ശരിക്കും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരോടാ. പരിപ്പുവടയും കട്ടൻ ചായയും കഴിച്ച് നാട്ടുകാരുടെ മെക്കെട്ടും കയറി ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കി മരിച്ച ഒരുപാട് പാവപ്പെട്ട രക്തസാക്ഷികളുണ്ട് ഇപ്പോഴും. ആ ചോദ്യത്തിന് CPM മറുപടി പറയണം. ഏറ്റവും ചെറിയ പക്ഷേ വീണ മറുപടി പറയണം. എക്സാലോജിക്ക് പൂട്ടിപ്പോയ പേപ്പർ കമ്പനി ആണെങ്കിലും മറുപടി പറയണം. കാര്യം അവരുടെ പിതാവിന്റെ പേരുള്ള പാർട്ടി തെരുവിൽ അതിനുവേണ്ടി പേരുദോഷം കേൾക്കുക, അതിൽ സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൽഹി മദ്യനയ അഴിമതി കേസ് നോക്കൂ, ഇതിനേക്കാൾ കൂടുതൽ തെളിവുകളുടെ കൂമ്പാരവും നീടി പറഞ്ഞതല്ലേ. അരവിന്ദ് കെജ്രിവാൾ മഹാ കള്ളക്കാരനും കൊള്ളക്കാരനുമാണ് നീടി കണ്ടെത്തിയതല്ലേ. സത്യേന്ദ്ര ജെയിൻ, ആ മനീഷ് സിസോദിയ, ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾ ഈ പറയുന്ന കള്ളപ്പണത്തിന് കൂട്ടുന്നവർ നീടി പറഞ്ഞതല്ലേ. എന്തായി? അന്ന് കെജ്രിവാളിനെ തൂക്കി അകത്തിടണം എന്ന് നിലപാട് സ്വീകരിച്ചവരല്ലേ കോൺഗ്രസ്. എന്തായി? അതുകൊണ്ട് ഈ തെളിവ്, ഈ പേപ്പർ എന്നൊന്നും പറഞ്ഞ അത് രാഷ്ട്രീയ മറുപടിയല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന P. ചിദംബരം ജയിലിൽ കിടന്നില്ലേ? കർണാടകയിലെ മുഖ്യമന്ത്രി DK ശിവകുമാർ ജയിലിൽ കിടന്നില്ലേ? സോണിയാഗാന്ധി ചോദ്യം ചെയ്തില്ല. അത് പറയട്ടെ. EDക്ക് ആവശ്യമായ തെളിവ് അവിടെ ഉണ്ട്, എന്നിട്ട് കേസുമല്ലോ ആയോ? ഒന്നും ആയില്ല. അല്ല, EDയുടെ വിശ്വാസ്യത ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ. EDയുടെ വിശ്വാസ്യതയ്ക്ക് ചാപ്പ കുത്തുന്നതല്ല എന്റെ പണി. EDയെ യാതൊരു തരത്തിലും വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ED ഇത്രയും കാലം വരാൻ വൈകിയതിൽ ഞങ്ങൾക്ക് ചോദ്യമുള്ളത്. എന്തുകൊണ്ട് വരാൻ വൈകി? ബാക്കി ഈ പറഞ്ഞ ഡൽഹി മദ്യനയ കേസിൽ അവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടില്ലേ? ഹേമന്ത് സോറനെ പിടിച്ചകത്തിട്ടില്ലേ? അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തുകൊണ്ടാ സ്വർണ്ണക്കടത്ത് കേസിൽ, എന്തുകൊണ്ടാ ലൈഫ് മിഷൻ കേസിൽ 112 ദിവസം ജയിലിൽ കിടന്ന ശിവശങ്കറിന്റെ യജമാനൻ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതെ പോയത്? അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവരുടെ ശത്രു, ആരാണ് അവരുടെ മിത്രം. അതുകൊണ്ട് ED എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാം, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ, വീണ തൈക്കണ്ടിയിൽ കൊടുത്ത സേവനം എന്താണ്? അത് പറഞ്ഞാൽ EDയും പൊക്കോളും, സകല പേടിയും പൊക്കോളും. മടിയിൽ കനമില്ലാത്തവര് മറുപടിയല്ലേ പറയേണ്ടത്? വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? ഇതുവരെ ഒരു CPM നേതാവിനും അറിയില്ല. പക്ഷെ സകല CPM നേതാക്കന്മാരും വീണ തൈക്കണ്ടിലിനെ ന്യായീകരിക്കാൻ വേണ്ടി തെരുവിൽ തല്ലുണ്ടാക്കാൻ ഇറങ്ങുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു മറുപടി നമുക്ക് കിട്ടണ്ടേ? CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് മാത്രമല്ലെന്നേ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അതൊരു ഭരണഘടനാപരമായ പോസ്റ്റ് അല്ലേ, ഒരു ക്യാബിനറ്റ് പദവിയല്ലേ? ആ പദവിയിൽ ഇരിക്കുന്ന മനുഷ്യന് ഇതുപോലെ തെരുവിൽ വേട്ടയാടപ്പെട്ടിട്ട് മറുപടി പറയാൻ കഴിയാതെ വീണ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്?